ആദ്യത്തെ ബ്രെയിൻ രൂപപ്പെടുന്നതിനാണ് റെപ്റ്റീലിയൻ ബ്രെയിൻ എന്ന് പറയുന്ന ബ്രെയിൻ. ഏകകോശ ജീവിയായ അമീബ കഴിഞ്ഞ പിന്നെ തലച്ചോറ് രൂപപ്പെടുന്ന ജീവികൾ അതിൽ റെപ്റ്റീലിയൻ ബ്രെയിൻ എന്ന് പറയുന്ന ബ്രെയിനാണ് ആദ്യമായിട്ട് ബ്രെയിൻ രൂപപ്പെടുന്നത്. ഈ പറയുന്ന നമ്മളെല്ലാവരുടെയും വികാരങ്ങൾ നിൽക്കുന്ന എവിടെ? ലിംബിക് സിസ്റ്റത്തിനകത്താണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ മനസ്സിന്റെ ആഴം നമുക്ക് മനസ്സിലാവൂ. മൂന്നാമത്തെ തലച്ചോറ് രൂപപ്പെട്ടിരിക്കുന്ന മനുഷ്യന് മാത്രം. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നിയോകോർട്ടെക്സ് ബ്രെയിനിൽ നടക്കുന്ന വർക്കുകളാണ്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിലാണെങ്കിൽ മനുഷ്യൻ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിലാണ്. നമുക്ക് വേണ്ടതിനെ കുറിച്ച് പ്രപഞ്ചത്തിനോട് ചോദിക്കുന്ന ഒരു തിയറിയോട് ഞാൻ എതിരാണ്. സുഭാഷ് ഏട്ടാ, വെൽക്കം ടു ABC ടോക്സ്. ഈ സുഭാഷേട്ടൻ്റെ ഫുൾ നെയിം സുഭാഷ് സുകുമാർ റീച്ചർ. എന്താണ് മരീജന്റെ സുകുമാരീജനാണോ? അല്ല, സുകുമാർ റീച്ചറാണ്. സുകുമാർ റീച്ചർ എൻ്റെ എൻ്റെ പേരെന്ന് പറഞ്ഞാൽ സുഭാഷ് എസ് എന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഞാനായിട്ട് തന്നെ അത് ആഡ് ചെയ്താണ്. ഈ സുഭാഷ് എന്ന് വെച്ചിട്ട് അച്ഛൻ്റെ പേര് സുകുമാരൻ എന്നുള്ളത് സുഭാഷ് സുകുമാർ, പിന്നെ ഈച്ചരൻ, അപ്പൊ സുകുമാർ ഈച്ചരൻ. ഈച്ചരൻ അച്ചാച്ചന്റെ പേരാണ്. സുകുമാർ ഈച്ചരൻ അല്ലേ? അപ്പൊ ലെഗസി 3 തലമുറയുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാന്ന് വെച്ചു. അങ്ങനെ ഒരു ഇതുണ്ട്. അതും നിലവിൽ ഞാനൊരു ഗോത്ര കൾച്ചറിലുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതിന്റെ ഭാഗമാണ് നമ്മളെല്ലാം ഗോത്ര സംസ്കാരത്തിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ വന്നത്. പക്ഷെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ പറയാം. എന്താണ് അങ്ങയുടെ ഗോത്രം? പേരാണോ? അല്ല, ഏത് ഗോത്രമാണ്? അതായത് കുറവർ എന്ന് പറയുന്ന കുല ആണ്. ഇതിലാണ് വരുന്നത് എന്ന് പറയുന്ന ഒരു ധാരാളം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പിടി വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ പോരാ. ഇദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾക്ക് വളരെ വ്യത്യസ്തതയുണ്ട്. പല വിഷയങ്ങളെ പറ്റിയും ഇതുവരെ ആരും പറയാത്ത തലത്തിൽ അങ്ങ് സംസാരിക്കുന്നതായി കണ്ടിട്ടുണ്ട്. മനസ്സ് സംസാരിച്ചാലോ? ഉറപ്പായിട്ടും നല്ലൊരു വിഷയമാണ്. മനസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രപഞ്ചം എന്ന് പറയുന്നത് വലിയ ഊർജങ്ങളുടെ കൂട്ടങ്ങളാണ്. എന്നാൽ വളരെ സൂക്ഷ്മമായ ഊർജങ്ങളുടെ കൂട്ടമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രപഞ്ചം എത്രമാത്രം വിശാലമാണോ അത്രമാത്രം ആഴത്തിലുള്ള വിശാലത മനസ്സിനകത്തുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് നമുക്ക് നോക്കിക്കാണാൻ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് വേണം. അത്രേ ഉള്ളൂ. അതെങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇത് ഫോളോ പോകാമല്ലോ, സംസാരിച്ച് പോകാമല്ലോ. അതായത് നമ്മുടെ ഇപ്പോൾ അതായത് നമ്മുടെ ലൈഫ് സ്പേസ് നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്പേസാണത്. സൂക്ഷ്മതലത്തിലുള്ള സ്പേസാണ്. അപ്പോൾ ഇന്ന് ഈ ലോകത്ത് മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്നതെല്ലാം എവിടെ നിർമ്മിക്കപ്പെട്ടതാണ്? ഈ സൂക്ഷ്മതയിൽ നിർമ്മിക്കപ്പെട്ട സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വിശാലത എത്രയാണെന്ന് മനസ്സിലാക്കണം. ഏറ്റവും വലിയ വിപ്ലവങ്ങൾ, ഏറ്റവും വലിയ യുദ്ധങ്ങൾ, ഏറ്റവും വലിയ ആഘോഷങ്ങൾ, ഏറ്റവും വലിയ സന്തോഷങ്ങൾ, ഇതെല്ലാം തന്നെ രൂപപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? ലോകാത്ഭുതങ്ങൾ ആദ്യം മനസ്സിലാണ്. അപ്പോൾ അവിടുത്തെ സ്പേസ് ചെറുതല്ല അത്. പക്ഷേ നമുക്ക് മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ ഈ സമയവും സ്ഥലവുമായിട്ട് കണക്ട് അല്ല. ടൈം ആൻഡ് സ്പേസ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ വലിയ വൃക്ഷമാണല്ലോ ആലിൻ്റെ ഒരു ആലിൻ കായ്ക്കകത്ത് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വിത്തുകളാണ് ഒരു കായ്ക്കകത്തുള്ളത്. ഒരു ആലിൻ കായ്ക്കകത്ത് ഒരു വർഷമല്ല ഉള്ളത്. അല്ലല്ല, അതല്ലേ പൗഡർ പോലെ കിടക്കൂലേ? ഈ പൗഡർ പൊടിച്ചിട്ടേക്ക് നടക്കല്ലേ ഈ ആലിൻ പൊട്ടി കിടക്കുന്ന? അത് മൊത്തം ഓരോ വിത്തുകളാണ്. മനസ്സിലായില്ലേ? അപ്പം ചിലത് പറഞ്ഞെന്ന് പറയുന്നത് അത്രയും അവിടെ നമുക്ക് എത്ര ചെറുതിലേക്കും കൊണ്ടുപോകാം വളരെ വലിയ കാര്യങ്ങളെയും. പ്രപഞ്ചം അങ്ങനെയാണ് വർക്ക് ചെയ്തിരുന്നത്. ഏറ്റവും സൂക്ഷ്മമായ ചിന്തകളുടെ കൂട്ടമാണെന്ത്? മനസ്സ്, ആശയം. മനുഷ്യൻ, മനസ്സ്, ചിന്തകളുടെ കൂട്ടം, ആശയം. ഇതെല്ലാം തിരിച്ച് ഈ ആശയം എവിടെ എത്തുമെന്ന് അറിയാമോ? പ്രപഞ്ചത്തിലെത്തും. അപ്പൊ ഈ സൂക്ഷ്മമായി ഉണ്ടാവുന്ന ഓരോ ചെറിയ ചിന്തയിൽ നിന്ന് എന്ത് വേണമല്ലോ ആക്കാം അല്ലേ? അപ്പൊ ഈ മനുഷ്യന്റെ മനസ്സ് ഇതുവരെ എവിടെയാ സ്ഥിതി ചെയ്യുന്നതെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യന്റെ മനസ്സ് സ്ഥിതി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, അവൻ്റെ 3 കാലഘട്ടങ്ങളിലിട്ടാണ് ഒരു തലച്ചോറ് തന്നെ രൂപപ്പെട്ടിരിക്കുന്നത് മനുഷ്യന്റെ. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അല്ലെങ്കിൽ അല്ലല്ല. അതാണ് മനുഷ്യൻ മറ്റ് ജീവികളെല്ലാത്തിനും മെരുക്കാനും ഇണക്കാനും പറ്റുന്നതിൻ്റെ ഒരു പ്രത്യേകത. അത് ഈ അറിവുകൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഇതിനെ കണക്ട് ചെയ്ത് ആശയവൽക്കരിക്കാൻ മാത്രം നമ്മൾ തയ്യാറായാൽ മതി. എന്താണ് 3 സംഭവങ്ങൾ? എന്താണ്? അതായത് ആദ്യത്തെ ബ്രെയിൻ രൂപപ്പെടുന്നതിനാണ് റെപ്റ്റീലിയൻ ബ്രെയിൻ എന്ന് പറയുന്ന ബ്രെയിനാണ്. ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്. അതായത്
ഗർഭാവസ്ഥയിൽ അല്ല, ആ. തലച്ചോർ ജീവജാലങ്ങളിൽ ആദ്യം രൂപപ്പെടുന്ന ഏകകോശ ജീവിയായ അമീബ കഴിഞ്ഞ പിന്നെ തലച്ചോറ് രൂപപ്പെടുന്ന ജീവികൾ, അതിൽ റെപ്റ്റീലിയൻ ബ്രെയിൻ എന്ന് പറയുന്ന ബ്രെയിനാണ് ആദ്യമായിട്ട് ബ്രെയിൻ രൂപപ്പെടുന്നത്. ജീവികൾക്ക്, എല്ലാ ജീവികൾക്കും അത് ഗർഭാവസ്ഥയിലാണ് രൂപപ്പെടുന്നത്. അത് പിന്നീട് അല്ല ഞാൻ പറയുന്നത്, മനുഷ്യൻ രൂപപ്പെട്ടിട്ടില്ല അന്ന്. ആ കാലഘട്ടം പഴയ കാലത്തേക്ക് പോവാണ്. ആദ്യമായിട്ട് അതായത് ഏകകോശ പരിണാമത്തിലേക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടെ തൊട്ട് അറിഞ്ഞാലേ നമുക്ക് മനസ്സിനെ കുറിച്ച് പറയാൻ പറ്റും. ഓക്കെ 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 ഓക്കെ. ഏകകോശ ജീവി കഴിഞ്ഞിട്ടുണ്ടായ ജീവികളിൽ ബ്രെയിൻ ഉണ്ടായത്. ആ ബ്രെയിനാണ് ഈ പറയുന്ന ഈ റെപ്റ്റീലിയൻ ബ്രെയിൻ. അത് എന്താണ്, ഫൈറ്റ് ചെയ്യുക അല്ലെ ഫ്ലൈറ്റ് ചെയ്യുക, ഒന്നെങ്കിൽ ഓടുക അല്ലെ സറണ്ടർ ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. അതായത് നമ്മളെല്ലാത്തിലും ഈ ഒരു ആശയം ഉണ്ടല്ലോ, ഇതിനെ കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ മതി. ആർക്കും അത് ഇത് ഈ ഉള്ള അറിവിനെ എന്ത് ചെയ്യാം, ഓരോ പ്രോഡക്റ്റുകളാക്കി നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്കിതിൽ പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രൂട്ട് ശൃംഖല ഉണ്ടല്ലോ, നമ്മൾ പ്രധാനമായിട്ട് നോക്കുമ്പോഴെന്ന് പറയുന്നത് എന്താണ്, പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, പരുന്ത്. ഇപ്പൊ പുൽച്ചാടി എന്ത് ചെയ്യണം, ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ, ഫൈറ്റ് ചെയ്യണമല്ലോ, തിന്നണം. അപ്പൊ അത് കുറച്ചുകൂടെ എന്ന് പറഞ്ഞത് അടുത്ത പുൽച്ചാടി എന്ത് ചെയ്യണം, തവള ഫൈറ്റ് ചെയ്യണം, തവളയെ പാമ്പ് ഫൈറ്റ് ചെയ്യണം, പാമ്പിനെ പരുന്ത് ഫൈറ്റ് ചെയ്യണം. ഇത് തന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്നു നോക്കിയേ, അവിടെ തന്നെ ഇവർക്ക് ജീവൻ നിലനിർത്തുന്നെങ്കിൽ തിരിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാം ഫ്ലൈറ്റ് ചെയ്യണം, എന്നാലേ അവർ നിലനിൽക്കും. ഇതല്ലേ, പാമ്പിനെ കാണുമ്പോൾ പരുന്തിനെ കാണുമ്പോൾ പാമ്പ് എന്ത് ചെയ്യണം, ഫ്ലൈറ്റ് ചെയ്യണം. ഇതിനെ ആ ജീവിക്ക് നിലനിൽക്കാൻ പറ്റും. ഇത് ഈ ഇഴജന്തുക്കളിൽ ഇന്നും ഉള്ളത് നമ്മൾ ഈ പറയുന്ന പാമ്പ്, അതിനൊക്കെ ഈ റെപ്റ്റീലിയൻ ബ്രെയിൻ മാത്രമേ ഉള്ളൂ ഇന്നും. അതിൽ മാറ്റം വന്നിട്ടില്ല. രണ്ടാമത് പിന്നെ ഈ ബ്രെയിനിൽ നിന്നും മേലിൽ അടുത്ത ബ്രെയിൻ രൂപപ്പെടുമ്പോഴാണ് ഏത് വരുന്ന ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് വരുന്ന. ലിംബിക് സിസ്റ്റത്തിനകത്താണ് എന്താണ് ഉത്തരവാദിത്വം മീൻസ് സ്നേഹം. ഈ പറയുന്ന നമ്മളെല്ലാവരുടെയും വികാരങ്ങൾ നിൽക്കുന്ന എവിടെയാ, ഈ റെപ്റ്റീലിയൻ ബ്രെയിനിലാണ്. ലിംബിക് സിസ്റ്റത്തിനകത്താണ്. ലിംബിക് സിസ്റ്റം ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ മനസ്സിന്റെ ആഴം നമുക്ക് മനസ്സിലാവൂ. അതായത് മനുഷ്യന് മാത്രമല്ല മനസ്സ്. അതായത് റെപ്റ്റീലിയൻ ബ്രെയിനിൽ മാത്രം ഇപ്പോഴും ജീവിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു ജീവി വിഭാഗമുണ്ട്. എന്നാൽ നിംബിക് ബ്രെയിനിലേക്ക് പരിണമിച്ച മറ്റൊരു ജീവി വിഭാഗങ്ങളുമുണ്ട്. ഇത് പരിണമിക്കുക മാത്രമല്ല, അത് ഓൾറെഡി ഉണ്ട്. ലിംബിക് ഈ റെപ്റ്റീലിയൻ ബ്രെയിനിന്റെ മുകളിലൂടെ എന്ത് ചെയ്തേക്കാണ്, ലിംബിക് സിസ്റ്റം വന്നിരിക്കുകയാണ്. അല്ല, ഒരു തലച്ചോറിന് 2 ഭാഗങ്ങളാ, 3 ഭാഗങ്ങളുണ്ട്. ഇന്നും ഉണ്ട്, മനുഷ്യൻ്റെ അടുത്ത് നോക്കിയാലുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ അല്ല, എന്റെ ചോദ്യം ഈ ലിംബിക് ബ്രെയിനിലേക്ക് എത്താത്ത ജീവികൾക്ക് ഇപ്പോഴും ഈ സ്നേഹം ഇല്ല, ഇത്തരം വികാരങ്ങളൊന്നും ഇല്ല, ഒന്നുമില്ല. പല്ലി പിന്നെ അവർ ഈ എന്താണ് പ്രത്യുൽപാദനം, തലമുറ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിലല്ലാതെ കരുതലുകളൊന്നും ഇല്ലല്ലോ. പക്ഷെ ആ പ്രത്യുൽപാദനത്തിന് സ്നേഹവും ഇടപെടലും ഇല്ല. അവിടെ ആ സിസ്റ്റം ഇല്ല. അവർ അത് കഴിയുന്ന അവിടെ പോകുന്നു, പിന്നീട് കരുതുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന 90% കാര്യങ്ങളും ശാസ്ത്രീയതയായിരിക്കണമെന്ന് എനിക്ക് ബന്ധമുണ്ട്, താല്പര്യമുണ്ട്. അങ്ങനെ ഞാൻ പറയും. എനിക്കതിന് എവിടെയെങ്കിലും നമുക്ക് അതിനൊരു ലോജിക്ക് വേണം പറയുന്ന കാര്യത്തിൽ, അല്ലാതെ പോകാൻ കാര്യമില്ല എന്നുള്ളതാണ്. കാരണം നമുക്കിവിടെ ഉപയോഗമില്ല. അതൊക്കെ പഠനം അതിനുവേണ്ടി മാത്രം ശ്രമിക്കുന്നവർക്ക് വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത് അതുകൊണ്ടാണ് നമ്മൾ ഈ ബേസിൽ ഇത് എടുക്കുന്നത്. ഇത് നിഷേധിക്കാൻ പലർക്കും പറ്റിയിട്ടില്ല, എതിർക്കാൻ പറ്റിയിട്ടില്ല ഇതിനെ. അപ്പൊ ഇവിടെ ഈ പറയുന്ന ലിംബിക് സിസ്റ്റത്തിന് അകത്താണ്, അതാണ് ഈ തസ്തിനികളിലാണ് പ്രസവിക്കുന്ന ജീവികളിൽ ഈ അമ്മ എന്ത് ചെയ്യണം, മക്കളെ അവർ പറക്കാൻ മുറ്റുന്നവർ, അല്ലെങ്കിൽ അവരത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ വരെയും അവരെ കരുതലുള്ളത് അതുകൊണ്ടാണ്. മനസ്സിലായി? സ്നേഹം എല്ലാ കാര്യങ്ങളും ഈ സബ് കോൺഷ്യസ് മൈൻഡ്, നേരത്തെ പറഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡ് അവർക്കും നമുക്കും എല്ലാം ഒരേപോലെയാണ്. പ്രസവിക്കുന്നില്ല തസ്തിനികളിലും അല്ലാതെ പല കോഴിക്കുഞ്ഞ് മുട്ടയിടുന്നാണല്ലോ, അവർക്കൊക്കെ ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്. ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നൊക്കെ ഉള്ള ഇതുണ്ടല്ലോ. ലോകത്തെ എല്ലാ ജീവികൾക്കും തള്ളമാർക്ക് കുഞ്ഞുങ്ങളെ ഒരു പരിധിവരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു അതും ഇപ്പം അവര് ബാക്കി ഇപ്പൊ മനുഷ്യനായിട്ടൊക്കെ വന്ന്
സ്നേഹിക്കുകയും ഒരുമയും നമ്മളെ കയ്യിൽ വന്നിരുന്ന് ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു എല്ലാവരുമായിട്ടൊരു ഒരു ഇത് വരും ഉണ്ടല്ലോ, വികാരങ്ങൾ. മനസ്സിലായില്ലേ? ചില മൃഗങ്ങൾക്കുണ്ട്, ഏഹ് എല്ലാ മൃഗങ്ങൾക്കും ഇല്ലല്ലോ. ചില മൃഗങ്ങൾക്കും പക്ഷികൾക്കും അല്ലേ ഉള്ളൂ എന്തിനാണ് ഈ സ്നേഹവും മനുഷ്യരും അല്ല അവരില് ഇതുണ്ട്, അവരുടെ ഡെവലപ്പ് ചെയ്തവരിൽ അത് കാണാൻ സാധ്യതയുള്ളൂ എന്നാ പറയാം. പക്ഷെ ഇപ്പൊ കടലാമ മണ്ണ് മാന്തി മുട്ടയിട്ടിട്ട് കടലാമ അതിന്റെ വഴിക്ക് പോവാ. ഒരു പക്ഷെ കടലാമയ്ക്ക് ലിംബിക് ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. ഇല്ല ആമയ്ക്കില്ല. ഇല്ല, കാരണം പിന്നെ മുട്ട വിരിഞ്ഞ് കുഞ്ഞ് കടലിൽ പോയി ജീവിക്കുക എന്ന തലത്തിലേക്ക് അവിടെ ഒരു അമ്മ അച്ഛൻ റിലേഷൻഷിപ്പിന്റെ യാതൊരു തലവും ഇല്ല. അങ്ങനെ പല ജീവികളുണ്ട്. നേരെ കുറിച്ച് കോഴി പറഞ്ഞ പോലെ അങ്ങനല്ല. കോഴി, പൂച്ച ഇതെല്ലാം ഒരു പരിധി വരെ, ഒരു പീരീഡ് ഓഫ് ടൈം വരെ അതിന്റെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് അതിന് വളർത്തുന്ന ആൾ പോലും ചെല്ലാൻ പറ്റത്തില്ല. അത്ര പ്രൊട്ടക്റ്റീവാണ്. എന്നാൽ പതുക്കെ അത് മാറി അത് ഏബിൾ ആണെന്ന് തോന്നുന്നിടത്ത് വെച്ച് അത് വിട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ഈ ലിംബിക് ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത മൃഗങ്ങൾ അങ്ങനെ പെരുമാറാൻ സാധ്യതയില്ല. അത് അവിടെ ആ രണ്ട് കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിത് പറഞ്ഞു വന്നത് ഈ ബ്രെയിനിന്റെ ചേഞ്ച് മാത്രമല്ല, ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിലുള്ള ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന വികാരങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ലിംബിക് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ജീവികളിലും നമ്മളിലും ഒരേപോലെയാണ്. ഒരേപോലെ എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ തലച്ചോറ് രൂപപ്പെട്ടിരിക്കുന്ന മനുഷ്യന് മാത്രം ലോകത്ത്. ചിമ്പാൻസിക്ക് പോലും ഇല്ല. ചിമ്പാൻസി അല്ലെങ്കിൽ അവിടെ തൊട്ടാണ്. അതായത് എന്താ പറയും, ചിമ്പാൻസിക്കൊക്കെ ഈ നമ്മളെ ഡോൾഫിൻ അവർക്ക് കണക്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ ചെറിയ ഡെവലപ്മെന്റ് നടന്നു. അല്ല, ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇടപെട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ നമ്മൾ സബ് കോൺഷ്യസ് മനസ്സിലേക്ക് നമ്മുടെ സംസാരത്തെ കൊണ്ടുപോയി. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതാണ്, ചിലപ്പോൾ വിവരക്കേടായിരിക്കാം, എനിക്കറിയില്ല. നമ്മളുടെ സബ് കോൺഷ്യസുമായി കണക്ട് ചെയ്താണ് നമ്മുടെ എല്ലാ ഹാബിറ്റും. നമ്മൾ നടക്കാൻ പഠിക്കുന്നതിനൊരു പാറ്റേൺ നമ്മളുടെ സബ് കോൺഷ്യസ് ഡെവലപ്പ് ചെയ്ത് ബ്രെയിനിൽ അത് സെറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ ലാംഗ്വേജ്, നമ്മളുടെ എക്സ്പ്രഷൻസ്, നമ്മളുടെ ചിന്താതലം, ഈ കാര്യങ്ങളില്ലാതെ ലോകത്ത് ഇപ്പം ഒരു കിളിക്കുഞ്ഞ് ജനിച്ചു. ആ കിളിക്കുഞ്ഞിന് ആദ്യം നടക്കാൻ പഠിക്കണം. നടക്കാൻ പഠിക്കുന്നതിൻ്റെ ഒരു പാറ്റേൺ ഡെവലപ്പ് ചെയ്തിട്ട് കാലിനും കൈക്കും അതിൻ്റെ ഒരു മെമ്മറി പകർന്നു കൊടുത്തിട്ട് അത് പിന്നെ ജീവിതകാലം മുഴുവൻ അങ്ങനെയായിരിക്കും നടക്കുക. ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട സിഗ്നൽസും സിംബൽസും അതുമായി അതിൻ്റെ ടോണും ശബ്ദവും എല്ലാം ബന്ധപ്പെട്ട ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് ആ പാറ്റേൺ സബ് കോൺഷ്യസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് ബ്രെയിനിൽ ആ പാറ്റേൺ സെറ്റ് ചെയ്തിട്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ജീവിതമെല്ലാം. ഒരുപക്ഷെ മനുഷ്യൻ അതിൻ്റെ വിവിധ തലങ്ങളിലേക്ക് സബ് കോൺഷ്യസിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങ് പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലിംബിക് ബ്രെയിൻ പോലും ഡെവലപ്ഡ് ആവാത്ത മൃഗങ്ങൾക്ക് പോലും ഇതിനെല്ലാം ജീവിതത്തിനൊരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ലിംബിക് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാതെ, സബ് കോൺഷ്യസ് ഡെവലപ്പ് ചെയ്യാതെ പാറ്റേൺ എങ്ങനെ സാധ്യമാകുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഈ ലിംബിക് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്താണ് സത്യത്തിൽ നമ്മുടെ മനസ്സിനെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ലിംബിക് സിസ്റ്റത്തിനകത്താണ് സബ് കോൺഷ്യസ് മൈൻഡ്. ലിംബിക് സിസ്റ്റത്തിനകത്തും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ റെപ്റ്റീലിയൻ ബ്രെയിനില്ലേ, അതിനകത്തും കൂടെ ആയിട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. റെപ്റ്റീലിയൻ ബ്രെയിൻ മാത്രമാണെങ്കിലും ഇത് പ്രായോഗികമാണ്. ലിംബിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാത്ത സ്പീഷീസിലും വ്യത്യാസമുണ്ട്. അത് ഇനിയിപ്പോൾ ഇതൂടെ പറയാം. മൂന്നാമത്തെ നിയോ കോർട്ടെക്സ് എന്ന് പറയുന്ന മൂന്നാമത്തെ ബ്രെയിൻ രൂപപ്പെടുമ്പോഴാണ് ശരിക്ക് നമ്മൾ, അതായത് അവിടെയാണ് നമുക്ക് ഈ പറയുന്ന നിരീക്ഷണം, സംസാരിക്കാനുള്ള കഴിവ്, കണക്ക് കൂട്ടാനുള്ള കഴിവ്, ആസൂത്രണം ചെയ്യാനുള്ള കഴിവ്, മനസ്സിലായി. ഇന്ന് നമ്മൾ പറയുന്ന കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നിയോ കോർട്ടെക്സ് ബ്രെയിനിൽ നടക്കുന്ന വർക്കുകളാണ്. ഇതിനകത്തുനിന്ന് എപ്പോഴും പോയി നമുക്ക് പഴയ അനുഭവങ്ങൾ പോയി എടുക്കണം. അതായത് സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് എങ്ങനെ മാറണം, ചേഞ്ച് ആവണം, അവിടെ നിന്ന് എന്തെടുക്കണം, എന്തെടുക്കരുത്, എത്ര എടുത്ത് ഏതളവിൽ എടുത്താൽ എനിക്കിവിടെ പിടിച്ചു നിൽക്കാം, ഞാൻ കൂടുതൽ എടുത്താൽ ഞാൻ ഇവിടെ വയലൻ്റ് ആകുമോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഈ നിയോ കോർട്ടെക്സ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഡേറ്റ കളക്ഷൻ ഉണ്ട്, വിശകലനം ഉണ്ട്, അല്ലേ? എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഇല്ലാത്തൊന്നുമില്ല, ആശയങ്ങളുണ്ട്, ഇതെല്ലാം അല്ലേ? അപ്പൊ ഇത് മൂന്നാമത്തെ ബ്രെയിൻ ആണോ? മൂന്നാമത്തെ ബ്രെയിനാണ്. ഇത് മൂന്നും മനുഷ്യനുണ്ടെന്നും അതാണ്, അല്ലാതെ മൂന്നാമത്തെ രൂപപ്പെട്ടിരിക്കുകയല്ല. അപ്പോൾ ഇത് മനുഷ്യനെ പോലെ തന്നെ ചിമ്പാൻസിക്കും അല്ലെങ്കിൽ ഡോൾഫിനും പോലെയുള്ള ചുരുക്കം കൂടുതലുള്ള മനുഷ്യനേ ഉള്ളൂ. മനുഷ്യന് മാത്രമേ അതിനെ അതിജീവിച്ച് പോകാൻ പറ്റുന്ന ശരീരമൊക്കെ അതിനൊക്കെ വന്നിട്ടുള്ളൂ.
ഏറ്റവും ഡെവലപ്പ് ചെയ്ത മനുഷ്യനിലാണ്. മനുഷ്യനിലാണ് ആ ആ ആ വന്നിട്ടുള്ളത്. അപ്പൊ അതിനകത്താണോ ഈ സ്നേഹവും സ്നേഹവും സത്യത്തിലെല്ലാം നിൽക്കുന്ന ലിംബിക് സിസ്റ്റത്തിനകത്താണ്. ലിംബിക് എത്തിയാൽ തന്നെ പക്ഷേ, ഡെവലപ്ഡ് ആയി, ആ ഏരിയ പക്ഷെ ഡെവലപ്ഡ് ആയി. എന്തുകൊണ്ട് സ്നേഹം എവിടെ ഉപയോഗിച്ച് ആരെ മുമ്പ് ഉപയോഗിച്ച് എനിക്ക് എന്ത് ലാഭം വേണം എന്നൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഈ നിയോ കോർട്ടെക്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അതിനെ ചിലപ്പോൾ മറ്റെന്തെങ്കിലും സ്വാധീനത്തിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു മാനുഷിക. ഈ മനുഷ്യനിൽ നിയോ കോർട്ടെക്സ് ഡെവലപ്ഡ് ആയിട്ട് എത്ര വർഷം ഉണ്ടായിട്ടുണ്ടാവും? അവിടെ തൊട്ടാണ് അവൻ്റെ ആ തീ കണ്ടുപിടിച്ചതും ആശയവിനിമയം ചെയ്യാൻ തുടങ്ങിയതൊക്കെ. ടയർ കണ്ടുപിടിച്ചതും അല്ലേ, പിന്നെ ഇങ്ങനെ അങ്ങോട്ട് കറണ്ട് കണ്ടുപിടിച്ച്, വാഹനം കണ്ടുപിടിച്ച്, പിന്നെ അവന്റെ ആ നിയോ കോർട്ടെക്സ് ആണ് ഇവനെ ഇങ്ങനെ കൊണ്ടുവന്നത്. അല്ല, അതിനകത്താണോ ഈ സംസാരമൊക്കെ വരുന്നത്? പരസ്പരം സംസാരിക്കുന്ന വേറെ ഒരു ആൾക്കാരില്ലല്ലോ, കമ്മ്യൂണിക്കേഷൻ ഇത്ര കൃത്യമായി അല്ലെങ്കിൽ കാണാതെ കേൾക്കാതെ. എനിക്ക് അത് ആ 4, അതായത് ഈ ഇതുമായി കണക്ട് ചെയ്ത് 4 ലോബുകളുണ്ട്. ഇപ്പൊ ഇത്രയൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ മനസ്സിനെ കുറിച്ച് നല്ലൊരു ധാരണ വരും. അതിനാണ് ഞാൻ പറഞ്ഞത് ആ 4 ലോബുകളിൽ എനിക്ക് ഞാൻ പറഞ്ഞത്, അതായത് 3 ലോബ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് അകത്തേക്ക് കാര്യങ്ങളെ എടുക്കുകയും തലച്ചോറിനകത്തിട്ട് അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ലോബാണ്. ഫ്രോണ്ടൽ ലോബാണ് നമ്മുടെ മുന്നിലേക്ക്, അതായത് പുറത്തേക്ക് അകത്ത് നടക്കുന്ന എല്ലാ വിഷയങ്ങളെയും പുറത്തേക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന. ബാക്കി 3 ലോബുകളും പുറത്തുനിന്ന് അകത്തോട്ടാണ് എടുക്കുന്നത്. അതായത് അകത്തോട്ട് എടുക്കാനുള്ള ശേഷിയാണ് കൂടുതൽ. അല്ല, അകത്തേക്ക് എടുക്കാൻ പറഞ്ഞപ്പോൾ കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, അങ്ങനെയാണോ? അതെ. അതെടുത്ത് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ വരുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ട് ഇത് പറയാം. ഇപ്പോൾ മാഷ് ചോദിച്ച കാര്യത്തിൽ ഞാൻ ഏതൊക്കെ കാര്യങ്ങൾ എടുക്കാം, ഇങ്ങനെ അനലൈസ് ചെയ്യണമല്ലോ. ഇതാണ് ഫ്രോണ്ടൽ ലോബ്. ഫ്രോണ്ടൽ ലോബ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നല്ലൊരു സംസാരത്തിൽ നല്ലൊരു ഇതാണ്. സംസാരം എന്ന് പറഞ്ഞ കാര്യം തരുമോ, എനിക്ക് എത്ര തന്നെ അറിവുണ്ടെങ്കിലും ഇപ്പോൾ സംസാരം എന്ന് പറയുന്നത് ഒരു കാര്യം ചോദിക്കുമ്പോൾ ഈ നിജസ്വതി സ്ഥലത്ത് കിടക്കുന്ന എൻ്റെ 10,000 കോടി ന്യൂറോൺസ് ഉണ്ട്. ഏകദേശം 8,500 കോടി മുതൽ 10,000 കോടി ന്യൂറോൺസുകളുണ്ട്. ഇത് പല സ്ഥലത്തായിട്ടാണ് ഡേറ്റാസ് കിടക്കുന്നത്. അവിടെ നിന്ന് ചോദിക്കുന്നതും നിങ്ങളുടെ ബോഡി ലാംഗ്വേജും നിങ്ങളുടെ എക്സ്പ്രഷനും നിങ്ങളതിൻ്റെ സ്വീകാര്യതയും ഇതെല്ലാത്തിനെയും മനസ്സിലാക്കിയിട്ട് ഇത് ഞാൻ എവിടെ നിന്ന് കൊണ്ടുവന്ന് എടുക്കണം, അത് എവിടെ നിന്ന് എടുത്ത് ഏത് രീതിയിൽ എങ്ങനെ പറയണം എന്നുള്ളൊരു അല്ലേ, അത് അങ്ങനെ അപ്പോഴും മാത്രമേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടിയുള്ള അറിവിനെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് മനസ്സിന്ന് ഈ പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞ് ബ്രെയിനിലേക്ക് എത്തി. നിയോ കോർട്ടെക്സ് നമ്മളെ കൊണ്ട് ഇതെല്ലാം കുറച്ചുകൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ പഠിപ്പിച്ച് അത് സമൂഹത്തിലോ വ്യക്തികളിലോ മാറ്റം ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് അത് മാറ്റുന്നു. അപ്പം നമുക്കിനി ഈ മനസ്സിലേക്ക് കാര്യങ്ങൾ കയറുന്നതിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. ഈ ആഗ്രഹം കോൺഷ്യസ് മനസ്സിലാണ് നിൽക്കുന്നത്. ഇനി സബ് കോൺഷ്യസിലേക്ക് എത്തുമ്പോൾ മുതൽ നമ്മളുടെ പ്രവൃത്തിയും ചിന്തയും എല്ലാം നമ്മളറിയാതെ നമ്മുടെ ഈ തോട്ടിന് വേണ്ടി പ്രവർത്തന സജ്ജമാകും എന്ന് കേട്ടിട്ടുണ്ട്. തർക്കമില്ലല്ലോ അതിൽ. അല്ല. അപ്പം ഈ കോൺഷ്യസ് മനസ്സിൽ നിന്ന് സബ് കോൺഷ്യസ് മനസ്സിലേക്ക് ഒരു കാര്യം എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മളൊരാഗ്രഹം ആഗ്രഹിച്ചാൽ പലപ്പോഴും നടക്കാറുണ്ട്. ഞാനൊക്കെ ആഗ്രഹിച്ച് മറന്നുപോയ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹം അതിനേക്കാൾ ഭംഗിയായി ചിലപ്പോൾ നമ്മളങ്ങ് മറന്നുപോയി 5-6 വർഷം കഴിഞ്ഞ് നടക്കുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുക. ഇതെൻ്റെ അനുഭവമല്ല, ഒരുപാട് പേരുടെ അനുഭവമാണ്. അപ്പം ഞാനിതൊരിക്കൽ മാണി വി പോളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എനിക്കൊരു രസകരമായ ഇതിൻ്റെ ഒരു പ്രോസസ്സ് പറഞ്ഞു. ആ പ്രോസസ്സ് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ കോൺഷ്യസ് മനസ്സിൽ നിന്ന് സബ് കോൺഷ്യസ് മനസ്സിലേക്ക് എന്ത് സാധനവും പോകുന്നതിൻ്റെ ഇടയിൽ ഒരു വലിയ ഫയർവാളുണ്ട്, ഒരു അഗ്നിശുദ്ധിയുടെ തലമുണ്ട്, അല്ലെങ്കിൽ വലിയ ഒരു എന്താ പറയുക, അഗ്നിയുടെ വലിയൊരു ഏരിയയിലൂടെ ഇത് ട്രാവൽ ചെയ്താലേ ഇത് അപ്പുറത്തെത്തും. ഈ ആഗ്രഹത്തിൻ്റെ ഈ ചിന്തയുടെ ജെനുവിനിറ്റി എത്രത്തോളമുണ്ടോ അത് വളരെ സൂക്ഷ്മമാകുകയും വളരെ തീവ്രമാകുകയും ചെയ്താൽ മാത്രമേ ഈ ഫയർവാൾ ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെല്ലൂ. ഈ ഫയർവാൾ ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന പോലെയാണ്. നമ്മുടെ പ്രാർത്ഥന സബ് കോൺഷ്യസിലെത്തിയാൽ സബ് കോൺഷ്യസ് പ്രോഗ്രാം ചെയ്ത് സബ് കോൺഷ്യസ് അതിന് വേണ്ടത് ഇൻവൈറ്റ് ചെയ്ത് സബ് കോൺഷ്യസ് നമ്മളെ കൊണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് നമ്മളൊരു ലോ ഓഫ് അട്രാക്ഷനിലേക്ക് എത്തി നമ്മളറിയാതെ നമ്മൾ ആ പ്രോസസ്സിലൂടെ സഞ്ചരിച്ചു പോകും. ഇത് നല്ല ചിന്തകൾ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം, മോശം ചിന്തകൾ സംഭവിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കോൺഷ്യസിൽ നിന്ന് സബ് കോൺഷ്യസിലേക്കുള്ള യാത്രയുടെ തലം ഇതെങ്ങനെ നമുക്ക് ശക്തിപ്പെടുത്താം? എന്താണ് അങ്ങയുടെ ഇതിനെ പറ്റിയുള്ളൊരു നിരീക്ഷണം?
അതായത് ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനായിട്ട് ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും പറയുന്നത് നമുക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിനകത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ നന്ദി പറയുന്നു, കൃതജ്ഞത പറയുന്നു, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഓരോന്നോരോന്ന് നേടുന്നു. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഞാൻ പ്രപഞ്ചത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, പ്രപഞ്ചത്തിൻ്റെ ഓൾറെഡി പ്രവർത്തനങ്ങളിലുള്ളതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അതായത് മനുഷ്യൻ, എൻ്റെ ഒരു കാഴ്ചപ്പാട് ചോദിച്ചുകൊണ്ട് ഞാനത് പറയണം, അത് നമുക്ക് വേറെയും വിലയിരുത്താം, മനസ്സിലായില്ലേ? അതായത് മനസ്സെന്ന് പറയുന്ന ബോധമനസ്സ്, കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിലാണെങ്കിൽ, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് മനുഷ്യൻ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിലാണ്. മനസ്സിലായില്ലേ? ഇതൊരു സമുദ്രമെന്ന് വിചാരിക്കുക. ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ മനസ്സിലാക്കാൻ ഇത്തിരി പാടാ, കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാല്. അതായത് ഒരു സമുദ്രമാണെന്ന്, ഒരു കടലാണെന്ന് വിചാരിക്കുക, ഫുൾ ഒരു സമുദ്രമായിട്ട് കാണുക. ഇപ്പോൾ ഒരു ഉദാഹരണമാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഓൾറെഡി വെള്ളമുണ്ട്, 70% ജലമാണ്, ജലം വെച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതെൻ്റെ മനസ്സായിട്ട് കാണും. ഓക്കെ, ഞാൻ സമുദ്രത്തിൽ കിടന്നാൽ എന്തായിരിക്കും? ആ സമുദ്രമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. പക്ഷേ ഞാൻ എങ്ങനെയാണോ ശക്തിക്ക് കൈയും കാലും ഇട്ടടിക്കുന്നത്, അതനുസരിച്ച് എൻ്റെ ചുറ്റിലുമുള്ള സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അല്ലെങ്കിൽ ആ സമുദ്രത്തിൻ്റെ കുറച്ച് ജലം അധികം ഇളക്കമായിരിക്കും. ഓരോരുത്തരും അവരുടെ ചലനങ്ങളനുസരിച്ച് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഇത് ഒന്നാണ്. ഞാൻ സുഭാഷിന്റെ ചിന്തകളുടെ ഒരു വ്യത്യസ്തതയെ പറ്റി സതീഷിന്റെ അടുത്ത് പറഞ്ഞത് ഇപ്പൊ സതീഷിന് മനസ്സിലായി. അല്ല, എന്തിനും അതിൻ്റെതായ ഒരു വേർഷൻ ഉണ്ട്. അങ്ങയുടെ നിരീക്ഷണം നമ്മൾ ഭയങ്കരമായി ഒന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു, ഇപ്പോൾ ഇത് ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാനിത് കണക്ട് ചെയ്തതാണ്. അതായത് നമുക്ക് വേണ്ടതിനെ കുറിച്ച് പ്രപഞ്ചത്തിനോട് ചോദിക്കുന്ന ഒരു തിയറിയോട് ഞാൻ എതിരാണ്. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനെ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനോട് ഞാൻ എതിരാണ്. അത് നടക്കില്ല എന്നുള്ളതുകൊണ്ടല്ല, നടക്കും. പക്ഷെ പ്രപഞ്ചത്തിനറിയാം നീ ഇന്ന് എത്ര പ്രവർത്തനം ചെയ്യുന്നു, തൊട്ടടുത്ത സ്റ്റെപ്പ് നിനക്ക് എന്ത് തരണമെന്ന് പ്രപഞ്ചത്തിന് അറിവുണ്ട്. അത് സൂപ്പർ ഡിസൈൻഡ് ആണ് നമ്മൾ ഓരോരുത്തരും, ആണ് നമ്മുടെ ചുറ്റുപാടും എല്ലാം. അതുകൊണ്ട് നമ്മൾ 5 ദിവസം ആഹാരം ഇല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കും. 5 ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിലും എടുത്തില്ലെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കും. പക്ഷെ 5 മിനിറ്റ് ഓക്സിജൻ എടുത്തില്ലെങ്കിലും ജീവിച്ചിരിക്കില്ല. അപ്പം നമ്മൾ ജീവിച്ചിരിക്കണമെന്ന് നമ്മുടെ ബോധ മനസ്സിനില്ല. കാരണം ഉപബോധ മനസ്സ് ഒരു ദിവസം 23,000 തവണ എടുക്കുന്നുണ്ട്. അതിന് നമ്മൾ നന്ദി പറഞ്ഞ, ഇല്ലെങ്കിൽ അടുത്ത 5 മിനിറ്റിനകത്ത് ചാവും. പിന്നെ നമുക്ക് വലിയ സ്വപ്നങ്ങൾ പോലും കാണാൻ പറ്റില്ല. അതിനു വേണ്ടി, അതായത് കിട്ടിയതിനോട് കടവും, ഇനി അടുത്ത അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് നന്ദി. കിട്ടിയതിനോട് മൈൻഡും ഇല്ല. ആ ഒരു തോട്ട് പ്രോസസ്സിലൂടെ ചിന്തിക്കപ്പെടുമ്പോഴത്തേക്ക് അവൻ്റെ സ്വാർത്ഥതയെ പ്രപഞ്ചം ഒരു ബാല്യക്കാരനായിട്ടൊക്കെയാണ് കണ്ടിരിക്കുന്നത്. മനസ്സിലല്ലേ? ഭയങ്കര കഴിവ്, ഭയങ്കര ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കണ്ടിട്ട് അനാവശ്യമായ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ചത്തോട്. മാനിഫെസ്റ്റേഷൻ കൂടുതലും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ആവരുത്. അതെ, അത് അല്ലെ, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആവരെന്നുള്ള ഒരു വലിയ പോയിന്റാണ് സാധിച്ചത്. അതിനേക്കാൾ ഉപരി അദ്ദേഹം പറയുന്നത്, നിങ്ങളൊന്നും പ്രപഞ്ചത്തോട് ചോദിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടതും ആവശ്യമുള്ളതും ആവശ്യമുള്ള സമയത്ത് ടൈം ആൻഡ് സ്പേസിൽ കൃത്യമായി പ്രപഞ്ചം തരാൻ ഡിസൈൻഡ് ആണ് എന്നുള്ളതാണ് അങ്ങ് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഞാൻ ഈ ABC ഞാൻ എത്ര നാളുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നതെന്ന് അറിയാം. ABC വരണോ? പിന്നെ കാരണം വരണമെന്നുള്ള അതാണ് പറയുന്നത്. നമ്മളത് അഡ്രസ് ചെയ്യണം. ABC മാത്രം ആയിരിക്കില്ല. പക്ഷെ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരു ഇതിൽ വന്നതാണ്, ഒരു പോഡ്കാസ്റ്റിൽ വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ബ്രെയിനിൽ അടുത്ത ഒരു ലെവൽ ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള ഏത് ചാനലും എൻ്റെ മനസ്സിൽ ആഗ്രഹം വരും. നമ്മൾ നിരവധി സ്വപ്നങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ആകെ മനസ്സിൻ്റെ 5% മാത്രമേ ബോധമനസ്സുള്ളൂ. ഈ ബോധമനസ്സ് വെച്ചിട്ടാണ് ഈ സ്വപ്നങ്ങൾ മൊത്തം കൊടുക്കുന്നത്. ബാക്കി 95% സബ് കോൺഷ്യസ് മൈൻഡാണ്. അവരിങ്ങോട്ട് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട്. സബ് കോൺഷ്യസ് തിരിച്ചു പറയുന്നത് പിന്നെ അതായിരിക്കും ഈ സ്പിരിച്വൽ ഗുരു ഒക്കെ പറയുന്നത്. നിങ്ങളെ കേൾക്കണം, അല്ലേ? അതാണ് നമ്മൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടെന്ന് പറയണത് നമ്മൾ കേൾക്കണം. അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു വേറെ വലിയ ഒരിതും വേണ്ട. നമുക്ക് നമ്മുടെ മനസ്സിനെ കുറിച്ച് സത്യമായിട്ടൊന്ന് ആലോചിച്ചാൽ മതി, അയാളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവർ നമ്മളോട് എപ്പോഴും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നില്ല. അതുകൊണ്ട് കിട്ടുന്നില്ല, അത് കിട്ടാത്തതാണ്. അല്ലെ, ശ്വാസം എടുക്കുന്ന പോലും നമ്മൾ അറിയുന്നില്ല. പക്ഷെ അത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം. അത് 23,000 തവണ ഓർത്താൽ തന്നെ ടെൻഷൻ ആവും. അതെ. അല്ല, ഞാനിപ്പോ ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴേ ഞാൻ ശ്രദ്ധിക്കണേ,
നമ്മളും പല ആവശ്യമുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഈ 23,000 തവണ എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനാണ്. സാധാരണ ഇതിന് സ്പീഡും ഫാസ്റ്റും ആവാൻ ഉണ്ട്. ഈ ഇതിന്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ആയുസ് കൂടും. അല്ല, സ്പീഡ് സ്പീഡ് കൂടും തോറും ആയുസ് കുറയും. അപ്പോൾ ലോകത്തെ ജീവികളുടെ തന്നെ ഈ ശ്വാസപ്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് ആയുസ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അണലി 1 മിനിറ്റിൽ 1 തവണയെ ശ്വസിക്കൂ, അത് 200 വർഷത്തോളം താമസിക്കും. 3 മിനിറ്റിലൊരിക്കലാണ് കടലാമ ശ്വസിക്കുന്നത്, കടലാമ 800 വർഷത്തോളം ജീവിക്കും. എന്നാൽ മുയൽ ഇങ്ങനെ ശ്വസിക്കുന്ന മുയൽ വളരെ കുറച്ച് കാലം ജീവിക്കത്തുള്ളൂ എന്നൊക്കെ വായിച്ചും കേട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ശ്വസനത്തിൻ്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഈ ശ്വസനത്തിൻ്റെ ടൈം, ദൈർഘ്യം, ഇത് ആര് സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ആര് സെറ്റ് ചെയ്തെന്നോ? അല്ല, അത് നമ്മൾ അങ്ങനെ നോക്കിയാൽ എന്താണ്, അതൊരു ഇത്രയും ബാക്കി ഈ ബ്രെയിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതിന് അതേ ശ്വസനത്തിന് നമ്മൾ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ശക്തിയിലേക്കൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് പോകേണ്ടി വരും. അത്തരം ഒരു ചർച്ചകൾ ഒരുപക്ഷെ നമുക്കൊരു നോളജിൽ കുറവ് വരാനാണ് സാധ്യത, എൻ്റെ ഒരു അഭിപ്രായത്തിൽ.